ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ഭയപ്പെട്ടിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അഞ്ജലിയെ വീട്ടിൽ നിന്നും ശ്യാമളാമ്മ പുറത്താക്കിയിരിക്കുകയാണ്. ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് അഞ്ജലിയോട് ശ്യാമളാമ്മ ചോദിക്കുകയാണ്, അഞ്ജലി, അനുപമ ഇവിടെ വന്നൊരു കാര്യം പറഞ്ഞു നിന്നെപ്പറ്റി. ഞങ്ങളറിയാതെ നീ ഒരു രഹസ്യ കല്യാണം കഴിച്ചു എന്ന്. അതിൻ്റെ യാഥാർത്ഥ്യം സത്യം എന്തെന്ന് അറിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് കയറിയാൽ മതി. അനുപമ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അഞ്ജലി? ഇങ്ങനെ നമ്മുടെ ശ്യാമളാമ്മ ചോദിക്കുമ്പോൾ അതിന് എന്തു മറുപടി നമ്മുടെ അഞ്ജലി പറയുമല്ലേ? കഴുത്തിൽ താലി ഇട്ടിരിക്കുകയാണ്, അത് അഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. അത് കാണിച്ചു കൊടുത്തിട്ട് ഇത് ഞാനൊരു തമാശയ്ക്ക് കെട്ടിയതാണെന്നോ അങ്ങനെയൊന്നും പറയാനുള്ളൊരു സാഹചര്യം അല്ല ആ ഒരു നിമിഷത്തിൽ നമ്മുടെ അഞ്ജലിക്കുള്ളത്. ഇങ്ങനെ പെട്ടെന്ന് ശ്യാമളാമ്മ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, ഒരു മറുപടിയും ഇല്ലാതെയാണ് നമ്മുടെ അഞ്ജലിയുള്ളത്. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് അഡ്വക്കേറ്റ് അഞ്ജലി ഇനി വീട്ടിലില്ല, ഈ പടിക്ക് പുറത്താണ് നിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ എല്ലാ സാധനങ്ങളും ബാഗിലാക്കി കൊണ്ട് എറിഞ്ഞ് നമ്മുടെ അഞ്ജലിയുടെ കാൽച്ചുവട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ശ്യാമളാമ്മ. ഇതിനിടയിൽ അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ അച്ഛൻ, അഞ്ജലിയുടെ അച്ഛൻ അധികം ഒന്നും പറയുന്നില്ല, വളരെയധികം വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ആരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. ഇതൊക്കെ സത്യമാണോ സ്വപ്നമാണോ അങ്ങനെയൊക്കെ ആലോചിച്ച് ആരെയും നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ അച്ഛൻ അപ്പോഴും മിണ്ടുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിശ്വാസമുണ്ട്, ഇത് എന്തോ ഒരു ഇതിന് പിന്നിലൊരു കളിയുണ്ട്, എന്തോ അഞ്ജലിക്ക് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അഞ്ജലിയുടെ കാര്യം ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ഉറപ്പായിട്ടും അച്ഛൻ്റെ മനസ്സിലുണ്ട്. നമുക്കറിയാം പൊതുവെ ശ്യാമളാമ്മ കുറച്ച് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആളാണ്, അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ദേഷ്യം അവർ തീർക്കുകയാണ് കേട്ടോ. പക്ഷേ അഞ്ജലിക്ക് വീട് വിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇങ്ങോട്ട് പോകും നമ്മുടെ അഞ്ജലി ആ രാത്രിയിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ മഴ പെയ്യുകയാണ്, മഴ പെയ്യാനായിട്ട് തുടങ്ങിയാണ്. ആ മഴയത്ത് നമ്മുടെ അഞ്ജലി നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും സങ്കടം തോന്നുന്ന സീനുകളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ അർജുൻ നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ, ബൈ ബൈ.